ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ ചിക്കനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയാണല്ലോ ബട്ടർ ചിക്കൻ. ചപ്പാത്തി പൊറോട്ടക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. നമുക്ക് ഈ ചിക്കന് ഒന്ന് മസാല പുരട്ടി വെക്കാം. അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൂടാതെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബട്ടർ ചിക്കന് നല്ലൊരു കളറ് കിട്ടും. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ഉപയോഗിച്ചത്. പിന്നീട് 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, കൂടാതെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 2 ക്യൂബ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതലായി ഫ്രൈ ആയി വരണ്ട, അങ്ങനെ ക്രിസ്പി ആയിട്ടൊന്നും ഫ്രൈ ആവണ്ട, നോർമൽ ഫ്രൈ ആയാൽ മതി. നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഒന്ന് അടിഭാഗം ഒന്ന് ഫ്രൈ ആയപ്പോൾ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക മുഴുവനായിട്ടും. ഒരു ചെറിയൊരു കളറൊക്കെ മാറി ഫ്രൈ ആയി വന്നു. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എല്ലാം കോരിയെടുത്ത് ഒരു പാത്രത്തിൽ വെക്കുക. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. വേറെ പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 ഗ്രീൻ ചില്ലി ചെറുതായിട്ട് മുറിച്ചിട്ട് വട്ടത്തിലിങ്ങനെ മുറിച്ചാൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 15 കശുവണ്ടി പരിപ്പ്, നമ്മൾ ബട്ടർ ചിക്കൻ ഒരു തിക്നെസ് കിട്ടാനാണ് അത് ആഡ് ചെയ്യുന്നത്. അതും കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഇതിൻ്റെ കൂടെ. കുറച്ചൊന്ന് വഴറ്റി വരുമ്പം അതിലേക്ക് 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, കുറച്ച് ഗരം മസാല ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ചൊന്ന് വഴറ്റി വരുമ്പം തന്നെ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത്
ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ മസാല ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലോണം അരച്ചെടുക്കണം. ഇതേ പാത്രത്തിൽ തന്നെ നമ്മൾ വീണ്ടും ആ അരച്ച മസാല അരച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ആ മസാല. അപ്പോൾ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യും. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്ന് തിളക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഒന്ന് ആ മസാലയൊക്കെ ചിക്കനിലപ്പം പിടിക്കും, ഫ്രൈ ചെയ്ത ചിക്കനിൽ. പിന്നെ നമ്മൾ ഇതിലേക്ക് കസ്തൂരി മേത്തി, അത് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഉലുവയുടെ ഇലയാണ്. അതൊന്ന് പൊടിച്ചിട്ട് കൈകൊണ്ട് തിരുമ്മിയാൽ തന്നെ അത് പൊടിഞ്ഞ് വരും. വേണമെങ്കിൽ ഒന്ന് ഒരു പാനിൽ വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനും പറ്റും. കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുക. കൂടാതെ ക്രീം, ഫ്രഷ് ക്രീം വാങ്ങിയാൽ നമുക്ക് ഈ ബട്ടർ ചിക്കൻ നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് ക്രീം, ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ടേസ്റ്റെല്ലാം നോക്കി, നമുക്ക് ബട്ടറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ബട്ടറും കൂടി അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ്റെ ശരിയായ ടേസ്റ്റ് വരും. കൂടുതൽ ബട്ടർ മുന്നിട്ട് നിൽക്കുമല്ലോ, ആ ടേസ്റ്റിൽ ബട്ടർ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഈ ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് അതൊക്കെ ചെയ്തത്. ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കുക. നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബട്ടർ ചിക്കനാണ്. ചപ്പാത്തി, പൊറോട്ട, നാൻ ഇതിനൊക്കെ സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.